കേട്ട കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്നതിൽ കുറച്ചുകൂടെ ഊർജ്ജം കിട്ടും. ജീവനുള്ള നിങ്ങൾ അനുഭവിക്കുന്ന, ഞാനിപ്പോ ഇരുന്ന് ആലോചിക്കുകയാണ്, നമ്മളൊക്കെ ഓരോ പുളിമാവ പുളിപ്പിച്ച് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ തോന്നി. ഞങ്ങൾ ഒരാളുടെ, എന്റെ ഹസ്ബൻഡാണ്, ഞാൻ ഏതൂർ സെയിന്റ് ആൻസ് ഇടവകയാണ്, എടപ്പള്ളി ഭവനയാണ്. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്ന് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും താല്പര്യമുണ്ട്. കേസ് കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ മറ്റ് 5 പേര് കൂടെ വന്ന് സൈൻ ചെയ്തത്. അപ്പോ പലർക്കും ഇതാണ് നിസ്സംഗതയാണ്. നമ്മൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്, എന്തിനാ അച്ഛനെ പിണക്കുന്നത്, കല്യാണം വരുന്നു, മാമോദിസ വരുന്നു. നമ്മൾ തളരണം. 12 പേരെ കൊണ്ടായി 2024 വർഷമായിട്ട് കർത്താവ് സഭ നല്ല ഭംഗിയായിട്ട് നമ്മള് റോബിള് പറഞ്ഞു, നമ്മള് നിങ്ങൾ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാവാം അല്ലെ, അഞ്ചനം എന്നാൽ എനിക്കറിയാം മഞ്ഞളുപോലെ വെളുത്തിരിക്കും. ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ കുർബാന നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ കുർബാന എന്താണെന്നറിയില്ല, ആരർപ്പിക്കുന്നു, ആർക്കർപ്പിക്കുന്നു, എപ്പം നിൽക്കണം, എപ്പം മുട്ടുകുത്തണം, എപ്പം ഇരിക്കണം, എന്ത് പ്രത്യുത്തരം നൽകണം, ഒന്നും അറിയാൻ മേലാതെ അന്തരാരെ കണ്ടതുപോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വിശേഷം. അതുകൊണ്ട് MDNS ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുക. നിങ്ങളെ പല അച്ഛന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തിനാ കിഴക്കോട്ട് തിരിയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കേട്ട് കാണുമല്ലോ അടുത്ത ഇടയ്ക്കൊക്കെ. നമ്മുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിയ കത്തോലിക്ക തിരുസഭ എന്ന് പറയും. ഈ മുത്തശ്ശിക്ക് 24 മക്കളും. അതിന് സീറോ മലബാർ എന്ന് പറയുന്ന മകളുടെ മകളാണ് ഞാൻ. സിമ്പിളായിട്ട് നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. 24 കുടുംബങ്ങളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയില്. എന്റെ കുടുംബം സീറോ മലബാർ സഭയാണ്. ഞാൻ സീറോ മലബാർ സഭയിലെ അംഗമാണ്. എന്നെ പോലെ തന്നെ എന്റെ സഹോദരി സഭയാണ് ലത്തീൻ സഭ, അലക്സാണ്ട്രിയൻ സഭ, ഇങ്ങനെയുള്ള മറ്റു സഭ. ഇതിൽ 23 നമ്മൾ ഉൾപ്പെടുന്ന പൗരസ്ത്യ കുടുംബമാണ്. ലത്തീൻ സഭ അറിയപ്പെടുന്നത് പാശ്ചാത്യ സഭ. കാരണം അത് റോമിനുള്ളിൽ മാത്രം ഉള്ളത് കൊണ്ടാണ് അതിന് പാശ്ചാത്യ സഭ അറിയപ്പെടുന്നത്. റോമിന് പുറത്തുള്ളതെല്ലാം പൗരസ്ത്യ സഭ. എന്തുകൊണ്ടാണ് മാർപ്പാപ്പന്മാർ ഇതിനെയെല്ലാം കൂടെ ഒന്നാക്കാം? പലരും ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കും, എന്തിനാ 4 സുവിശേഷങ്ങൾ? ഒറ്റ സുവിശേഷം പോരായിരുന്നു. തമ്പുരാൻ കർത്താവ് മരിച്ചതിന് ശേഷം അധികം വൈകാതെ എഴുതപ്പെട്ടതാ സുവിശേഷങ്ങൾ. 4 സുവിശേഷകന്മാരുടെ സുവിശേഷവും വിശുദ്ധ വേദ പുസ്തകത്തില് മാർപ്പാപ്പന്മാർ എന്തിനാണ് നിലനിർത്തിയിരിക്കുന്നത്? അത് എഴുതപ്പെട്ട സാഹചര്യം വ്യത്യസ്തമാണ്, അതിലെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ കാര്യം പോലും 4 തരത്തിൽ വിവരിച്ചിട്ടുണ്ട്. 4 ദൈവാനുഭവമാണ് അതിന്. ഈ 4 സുവിശേഷം നിലനിർത്തിയ സഭ ഈ സഭകളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത് ആ വ്യത്യസ്തതയ്ക്കുള്ളിൽ ഒരു ഏകത്വം ഉള്ളത് കൊണ്ടാണ്. ഇനി ഓരോ സഭയും 4 കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. ആരാധനക്രമം, ആധ്യാത്മികത, ഭരണക്രമം, ദൈവശാസ്ത്രം. സീറോ മലബാർ സഭയ്ക്കുള്ളത് അല്ല ലത്തീൻ സഭയ്ക്ക്, അതുപോലല്ല മറ്റൊരു സഭയ്ക്ക്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് 12 കൊല്ലം പഠിച്ച വൈദികനോ 6 കൊല്ലം പഠിച്ച സിസ്റ്ററിനോ പറ്റുന്നില്ല. നമുക്ക് നമ്മളിൽ തന്നെ ഒരു അഭിമാനം ഇപ്പൊ തോന്നും. നമുക്കൊക്കെ ഇതൊന്നും അറിയാനും പഠിക്കാനും ഒക്കെ ദൈവം ഈ ഒരു കാലഘട്ടം ഒരുക്കിയെന്ന് മനസ്സിലാക്കുക. ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഒരു ദേവാലയത്തിനൊരു ഘടനയുണ്ട്. എന്താണ് ദേവാലയം? എന്തിനാ ഒരു അഭിഷിക്താൽ മേൽപ്പട്ടക്കാരൻ വന്നാണ് ദേവാലയം വെഞ്ചരിക്കുന്നത് അല്ലെ? ഒരു വൈദികന് പോലും ദേവാലയം വെഞ്ചരിക്കാനുള്ള അധികാരമില്ല. കാരണം മേൽപ്പട്ടക്കാരൻ അപ്പസ്തോല സംഘത്തിലെ അംഗമാണ്. ഈശോയ്ക്ക് 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. ഈ 12 പേരുടെ സ്ഥാനമാണ് ഒരു മെത്രാൻ. ആ മെത്രാന്റെ കൈവെപ്പിലൂടെ മാത്രമാണ് ഒരു വൈദികൻ കൊണ്ടുവരുന്നത്. ഇത് കണ്ടല്ലോ, എന്തുമാത്രം വിമത പ്രവർത്തനം നടത്തിയാലും ഒരു പിതാവിന്റെ കൈവെപ്പിന് വേണ്ടി 2 വർഷമായിട്ട് ഡീക്കന്മാര് നമ്മളൊക്കെ കണ്ടില്ലേ? മെത്രാന് വിലയുണ്ടോ? കൊണ്ടുപോകാൻ ആരുടെ സ്ഥാനമാണ്? ഇവരെന്തുമാത്രം ധിക്കരിച്ചാലും തെറി പറഞ്ഞാലും കർത്താവ് സ്ഥാപിച്ച സഭയെ പരിപാലിക്കാനും കർത്താവിനാണ്. ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് തമ്പുരാന്റെ തിരുഹിതത്തിനനുസരിച്ച് വരിക തന്നെ ചെയ്യും. അതിൽ ദബഹ എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്ക്. ദബഹ എന്ന് പറയുന്ന സുറിയാനി പദത്തിന്റെ അർത്ഥമാണ് ബലി. എന്ന് പറഞ്ഞാൽ ദി എക്സാക്ട് പ്ലേസ്, ബലി നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് മധുബഹ പ്രമുഖ സ്ഥലത്ത് കിഴക്ക് വശത്തായിരിക്കണമെന്നും അല്പം ഉയർന്ന 3 പടികളാൽ ഉയർത്തപ്പെട്ട് കെട്ടിയിരിക്കുന്നതുമൊക്കെ
ദേവാലയത്തിന്റെ പ്രധാന ഭാഗമായ മധുബഹ. ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ബലിക്കല്ല് അഥവാ ബലിപീഠം. പുരോഹിതൻ കൈക്കലായി നിൽക്കുന്ന ജനത്തെ നോക്കി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ ജന അഭിമുഖം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, മനുഷ്യന്റെ നോട്ടവും ദൃഷ്ടിയും എവിടെ ചെന്ന് ബ്ലോക്ക് ആവും? പുരോഹിതനിൽ ചെന്ന് നിൽക്കുക. ഈ പുരോഹിതൻ ബലിയർപ്പിക്കുന്നതോ ബലിപീഠം. ബലിപീഠം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കബറിടമാണ്, പരിശുദ്ധ ദൈവത്തിന്റെ ഇരിപ്പിടമാണ്. ഇതൊന്നും ഈ സാധാരണ ജനത്തെ ആരും പറഞ്ഞു കൊടുക്കുകയില്ല, അറിയുകയില്ല. അപ്പോ പ്രധാന ഭാഗം, അതായത് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ നോക്കുക, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുമ്പോൾ ജനത്തെ നോക്കി പ്രസംഗിക്കുക. ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞിരുന്നു. എന്ന് പറയുന്നത് പോലെ മധുബഹായിലേക്ക് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ജനമൊക്കെ എന്തോ നടക്കുന്നുണ്ട് അവിടെ. ബലിക്കല്ലിൽ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഈ ബലിയിൽ ആ ശ്രദ്ധ വരണം ജനത്തിന്. അതുകൊണ്ടാണ് ജനാഭിമുഖമല്ല, അത്താരിയിലേക്ക് കേന്ദ്രീകൃതമായിട്ട് ദൈവോന്മുഖമായിട്ട് നമ്മൾ ബലിയർപ്പിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തില് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം, ഫോളോ ചെയ്യണം, അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കണം, ശക്തി സംഭരിക്കണം. നമ്മുടെ സഭയെ നമുക്ക് തിരിച്ചു പിടിക്കണം.